ഫ്രണ്ട്സ്, ഇത് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒളോപ്പാറയിൽ പോയി നടത്തിയ ബോട്ടിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ സ്കൂൾ കാലത്തെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒത്തുകൂടി ഒരു വൈകുന്നേരം വെറുതെ അത് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അവൈലബിൾ ആയ ഉള്ള ഒരാളുകളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയതാണ്. കൂടുതൽ പ്ലാനിങ് ഒന്നും ഇല്ലാതെ തലേന്ന് പോയാലോ എന്ന് ചോദിച്ചിട്ട് പോവാന്ന് അങ്ങനെ പറഞ്ഞ് ബില്ലിങ്ങായി വന്ന ആളുകൾ മാത്രമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് കൂടുതൽ ആളുകളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ 9 പേരേ ഉള്ളായിരുന്നു കേട്ടോ. ഞങ്ങൾ 9 പേരാണെങ്കിലും ഞങ്ങൾ 90 പേർക്ക് തുല്യമായിരുന്നു കേട്ടോ. ഞങ്ങളത് അടിച്ചു പൊളിച്ചു. ഒരു ഈവനിങ് ഒരു ബോട്ട് യാത്രയൊക്കെ നടത്തി ഞങ്ങളെല്ലാവരും കൂടെ ചില്ല് ചെയ്തു. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല വൈബായിരുന്നു. നല്ല ചൂടുള്ള കടലയൊക്കെ കുരിച്ച് ചെറിയ കുട്ടികളെ പോലെ ഞങ്ങളങ്ങ് അടിച്ചു പൊളിച്ചു. ഈ ബോട്ട് ഞങ്ങൾ തന്നെ ബാച്ചിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ടിന്റെ ബോട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് 1 ഹവറിന് 1500 രൂപയാണ് ഇതിന് ചാർജ് വരുന്നത്. ഏകദേശം ഒരു 10-20 പേർക്ക് കയറാവുന്ന ഒരു ബോട്ടാണ്. അപ്പൊ ഞങ്ങൾ 9 പേരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വിശാലമായിട്ടങ്ങ് ആറാടി. പിന്നെ ഈ ബോട്ടില് മൈക്ക് സെറ്റും പാട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പാട്ട് പാടാം. പിന്നെ അതേപോലെ അടിപൊളി പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വലിയ ഡാൻസൊക്കെ കളിച്ച് ബോട്ട് പറയാണ്ട് നോക്കുകയും വേണം കേട്ടോ. ഞങ്ങൾ പിന്നെ ഡാൻസ് ഒന്നും കളിച്ചില്ല. അതിന് ആളുകളൊന്നും ഇല്ലായിരുന്നു. ഡാൻസ് വൈബാക്കുന്ന ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ പാട്ടൊക്കെ കേട്ട് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ആ വെള്ളത്തിലൂടെ അങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങനെ പോയി. പിന്നെ ഇവർക്ക് തന്നെ വേറൊരു ബോട്ട് കൂടെ ഉണ്ട് കേട്ടോ, ഹൗസ് ബോട്ട്. അതിലൊരു ഫാമിലിക്ക് ഒരു നൈറ്റ് ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വിത്ത് ഫുഡ് 7000 രൂപയാണ് അതിന് വരുന്നത്. ഏകദേശം ഒരു 5-6 പേര് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇതേപോലെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി ഒരു യാത്രയൊക്കെ പോകണം. നമ്മൾ പഴയ ഒരു കുട്ടിക്കാലത്തേക്കുള്ളൊരു തിരിച്ചുപോക്കൊക്കെ ആയിരിക്കും അത്. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യും കേട്ടോ. പക്ഷെ പ്ലാൻ ചെയ്യുന്ന പലപ്പോഴും നടക്കാറില്ല. കാരണം ഒരാൾ വരുമ്പോൾ മറ്റേ ആൾ ഉണ്ടാവില്ല. അങ്ങനെ 2 പേര് വെക്കുമ്പോൾ 4 പേരുണ്ടാവില്ല. അങ്ങനെ നീണ്ടു പോകാറാണ് പതിവ്. പലപ്പോഴും അത് മാറ്റി വെക്കും. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ ഉള്ളവരങ്ങ് പോകാമെന്നങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ട് ഇതങ്ങ് നടന്നു. പലരും ഇങ്ങനെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യും. അപ്പോൾ ആളുകൾ പലർക്കും സൗകര്യപ്പെടാത്തതുകൊണ്ട് പലരും ഞാനില്ല, നമുക്ക് അടുത്ത ആഴ്ച പോയാലോ, അല്ലെങ്കിൽ ഇനി അടുത്ത ആഴ്ച പോവാം എന്നൊക്കെ പ്ലാൻ ചെയ്യും. അങ്ങനെ എഴുതിട്ട് നടക്കുകയില്ല. ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാകും. നമ്മൾ പല റീൽസിലൊക്കെ കണ്ടില്ലേ, ട്രിപ്പ് ഇന്ന് പ്ലാൻ ചെയ്തിട്ട് അവസാനം 70-80 വയസ്സായിട്ട് പോകുന്ന രീതിയിലൊക്കെ റീൽസൊക്കെ കാണിക്കുന്നില്ലേ. അതേപോലെയാണ് പല ട്രിപ്പുകളുടെ അവസ്ഥ. അതുകൊണ്ട് അങ്ങനെ അധികം നമ്മൾ വെയിറ്റ് ചെയ്യാതെ അപ്പോൾ അവൈലബിൾ ആരാണോ അവരെ കൂട്ടി അങ്ങോട്ട് പോകാൻ. അല്ലാതെ ഓവർ വെയിറ്റ് ചെയ്തിരുന്നാൽ ഒന്നും നടക്കുകയില്ല. നമ്മളൊട്ട് പോകലും ഉണ്ടാവില്ല. പലപ്പോഴും നമ്മൾ ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്താലും ഇതേപോലെ തന്നെയാണ് അവസ്ഥ. അപ്പം ഹസ്ബൻഡിന് മൂഡ് വരുമ്പോൾ വൈഫിന് മൂഡ് ഉണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞ് കുട്ടികളെ നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങനെ കാത്തിരുന്ന് ഒരു ട്രിപ്പ് വിട്ട് നടക്കുകയില്ല. നമ്മളൊട്ട് എവിടെയും പോവില്ല. അതിലും നല്ലതാണ് ഇങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് അങ്ങ് പോകുന്നത്. അതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പൊ ഇനി ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഇനി ഈ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പൊ അവൈലബിൾ ആരാണോ അവരെയും കൂട്ടി അങ്ങോട്ട് പോവാം. അങ്ങനെ ആകുമ്പോൾ ട്രിപ്പ് നടക്കും. അപ്പോൾ ഓക്കെ, ബൈ.